പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സിൻ്റെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അതിൻ്റെ ഡെലിവറി കഴിഞ്ഞോ, ബേബി ആയോ, ഏതാ ബേബി, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷനാണോ എന്താ പറയുക, അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ക്ലാരിഫിക്കേഷൻ. അതന്നെ മീൻസ് അതാണ് ജസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പെയിൻ വന്നിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. നമ്മളെ അടിവയറ്റിൽ നല്ല മീൻസ് ഭയങ്കര വേദന എന്നല്ല, എന്നാലും അത്യാവശ്യം ഉള്ള ഒരു വേദനയായിരുന്നു. എനിക്കിപ്പോൾ തലേന്ന് ഇന്നലെ രാത്രി തൊട്ടാണെങ്കിൽ ഇന്ന് രാവിലെ വരെ ഫുള്ള് പെയിനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നാലും കുറേ ഫുൾ ടൈം തന്നെ ഉണ്ടായിരുന്നു പെയിന്. അപ്പോൾ ആ പെയിന് പ്ലസ് അപ്പോൾ ഞാൻ അന്നേരം പറയുന്നുണ്ടെന്ന് ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ നല്ലോണം ഇല്ല, ചെറുങ്ങനെയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിന്ന് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് പനിയൊക്കെ തുടങ്ങി. കുറച്ച് അത്യാവശ്യം നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയാൽ തുടങ്ങി. അപ്പോൾ പിന്നെ വെച്ചാൽ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കണ്ട, പനി എന്തായാലും കാണിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പെയിനൊന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഞാനും മുന്നോട്ടും കൂടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം തന്നെ യൂറിൻ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു, യൂറിൻ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. കാരണം വെച്ചാൽ വേറൊന്നും അങ്ങനെ ഇതിൽ യൂറിൻ കൊടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം, വയറ് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ യൂറിൻ കൊടുത്തതിന് തിരിച്ച് വന്നിട്ട് അപ്പോൾ ഡോക്ടർ PV ചെയ്ത് നോക്കി. PV ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഡോക്ടർ പറഞ്ഞു, നോക്കിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു പ്രസവ വേദനയല്ല, എന്തായാലും പ്രസവ വേദനയല്ല, പക്ഷേ എങ്കിൽ നമുക്ക് യൂറിൻ്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, എന്തായാലും അഡ്മിറ്റ് ആക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 ഇഞ്ചക്ഷൻ വെക്കാനുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നേരത്തെ ആവുന്ന ആദ്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടും പിന്നെ യൂറിൻ്റെ റിസൾട്ട് വരണമല്ലോ, അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് വരും. അപ്പോൾ അതെല്ലാം ഇത് നോക്കി നമുക്കതെല്ലാം ഇന്ന് എന്തായാലും അഡ്മിറ്റ് ചെയ്യാം, നാളെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ലേബർ റൂമിലാണ് പോയത്. കാരണം വെച്ചാൽ റൂം കിട്ടുന്നവരെ എന്തായാലും ലേബർ റൂമിലാണല്ലോ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലേബർ റൂം പോയാൽ മതി, അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തോളും, അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് സ്കാനും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒരു 5 ദിവസം മുന്നേ അങ്ങനെ എന്തോ സ്കാൻ എടുത്തത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒന്നും കൂടി നോക്കാം നമുക്ക്, അതുകൊണ്ട് സ്കാനും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ലേബർ റൂമിൽ പോയി. ഞാൻ നടന്നിട്ടില്ലേട്ടോ എല്ലാം പോകുന്നത്. എനിക്കങ്ങനെ ഭയങ്കരമായ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീൽ ചെയറോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, നടന്നിട്ട് തന്നെയെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലേബർ റൂമിൽ പോയി അവിടുന്ന് ഇഞ്ചക്ഷൻ എടുത്തു. അതിനൊക്കെ പിന്നെ വയറൊക്കെ നോക്കി, ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചു തന്നു. അങ്ങനെയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ലേബർ റൂമിൽ തന്നെ കിടക്കുക ചെയ്ത്. അവിടെ തന്നെ റൂം കിട്ടുന്നവരെ അവിടെ തന്നെ കിടക്കാൻ പറഞ്ഞു. അതിൻ്റെ നടുക്ക് സ്കാനിങ്ങിന് അവിടെ തിരക്ക് കുറഞ്ഞ സമയത്ത് സ്കാനിങ്ങിൻ്റെ അടുക്ക പോയി അവിടുന്ന് സ്കാനും ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഒരാഴ്ച മുന്നേ എടുത്തത്, അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നില്ല, തൽക്കാലം ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ ഡോക്ടർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒഴിവാക്കി എനിക്ക് ലേബർ റൂമിലേക്ക് തന്നെ പിന്നെയും പോയി. ഫുൾ ടൈം അവിടെ തന്നെ കിടന്ന് എന്താ പറയണ്ടേ, ഒന്നാമത് ചൂടുകൊണ്ട് അതിൻ്റെ കൂടാണ്ട് എന്താ പറയുക ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മാതിരിയല്ലേ. കുറേ സമയം ഞാനും മാത്രം വേണ്ടും, ആണുങ്ങൾക്ക് അകത്ത് തരാൻ കഴിയില്ലല്ലോ. അപ്പം കുറേ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയിലായപ്പം പിന്നെ മമ്മിയൊക്കെ വന്നു. അപ്പം പിന്നെ ഉള്ളിൽ കയറി, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ഒരു 5 മണിയിലാകുമ്പോഴത്തേക്ക് റൂം കിട്ടി നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, വേറെ ഒന്നുമില്ല, ആ ഇഞ്ചക്ഷൻ വെക്കാൻ മാത്രമായിട്ടാണ് ശരിക്കും നിന്നത്. പിന്നെ അതിന് നടുക്ക് യൂറിൻ്റെ റിസൾട്ട് വന്നു കേട്ടോ. യൂറിൻ്റെ റിസൾട്ട് വന്നിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞിരുന്നു ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് മരുന്നെടുക്കണം, കുറച്ച് മീൻസല്ല മരുന്നെടുക്കണം, അതുകൊണ്ട് അതും ഇതിൻ്റെ കൂടെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും അഡ്മിറ്റ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതാക്കാറില്ലല്ലോ. അപ്പോൾ ഇൻഫെക്ഷൻ്റെ ആണ്. ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വെള്ളം പോരാന്ന് തോന്നുന്നു. ഞാൻ ഏകദേശം 5 ബോട്ടിൽ ഫുള്ള് വെള്ളം കുടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ചും കൂടി കുടിക്കുന്നുണ്ട്. എന്നാലും അത്ര വെള്ളം പോരാ എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. കാരണം വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ക്ലൈമറ്റ് മാറി, ചൂട് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ചൂടാണ്. അപ്പം എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക, അത് എനിക്ക് പറ്റി തെറ്റായി. മീൻസ് ഇത്രയൊന്നും പോരാ, ഇതിൻ്റെ ഇരട്ടി വെള്ളം കുടിക്കണം, എന്നാലേ വല്ല കാര്യമുള്ളൂ. അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കുക, അതെൻ്റെ എനിക്ക് പറ്റിയ തെറ്റാണ്. അതേപോലെയുള്ളൊരു തെറ്റാണ്. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു, HB കൗണ്ട്. അപ്പം എനിക്ക് അയൺ കുറവാണ്, HB കൗണ്ട് കുറവാണ്, 9 സംതിങ് അങ്ങനെ ഉള്ളൂ.
അപ്പം അതും ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ഞാൻ പറഞ്ഞ ആ സിറപ്പാണ് കുടിക്കുന്നത്, അതും ഞാൻ ചിലപ്പം മിസ് ചെയ്യാറുണ്ട്. അപ്പം എപ്പോഴും അല്ല, ചില ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ ഈ സമയമാകുമ്പോൾ ബ്ലഡ് കുറഞ്ഞു വരും. അപ്പം ഇള്ളയിൽ ഇത് മിസ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ഇള്ളയിലും കുറഞ്ഞു വരും. അപ്പം അങ്ങനെ കുറഞ്ഞിട്ടുള്ളത് ഇപ്പം നല്ലോണം. അപ്പം അതും എനിക്ക് കൂട്ടാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും തോന്നുന്നു. അതുകൊണ്ട് അതും എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഡോക്ടർ തരുന്ന അയൺ ആയാലും കാൽഷ്യം ആയാലും ഉള്ള എല്ലാ മരുന്നുകളും കറക്റ്റ് കുടിക്കുക. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അന്ന് ഞാൻ മുന്നായിരുന്നു ഫുൾ അവിടെ നിന്നു. വേറെ മറ്റേ ഇതൊന്നും കുത്തിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഇഞ്ചക്ഷൻ ബാക്ക് സൈഡിൽ എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് വേറെ കുത്തിയിട്ടൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസത്തെ ആ ഇഞ്ചക്ഷനും കൂടി കഴിഞ്ഞിട്ട് ഡോക്ടർ പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമായി അന്നും ഇഞ്ചക്ഷൻ എടുത്തു. ഡോക്ടർ വന്ന് കണ്ട്, ഡോക്ടർ വന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പനിയൊക്കെ അപ്പോഴത്തേക്ക് അടങ്ങിയിട്ടുണ്ടായിന്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇന്ന് പോടുമെന്ന് പറഞ്ഞ്. അങ്ങനെ അന്ന് നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരികയത്, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരികയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആളെ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ഡെലിവറി കഴിഞ്ഞു, ഹോസ്പിറ്റലിലുള്ള ആ വീഡിയോ ഇട്ടുകൊണ്ട് ഡെലിവറി കഴിഞ്ഞു എന്ന്. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ടില്ല, എനിക്കിപ്പോൾ 8 മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി ഒക്കെ കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മാസം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറയേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പം ഏകദേശം 1 മാസം കൂടി, 1.5 മാസം കൂടി ഉണ്ട്. മാക്സിമം മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാവരും ഈ മരുന്നൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക. അതേപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും എന്താ പറയുക അനുഭവങ്ങളൊക്കെ ഉള്ളവർ നമ്മളെ കമൻറ്റ് ഇടുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.